ഹലോ NY വോയിസോറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദർശം നയനയും കൂടിയിട്ട് അത്യാവശ്യം നല്ലൊരു സ്നേഹത്തിലൊക്കെ എന്നുവെച്ചാൽ അതൊരു തുടങ്ങുന്ന ഒരു ഘട്ടത്തിൽ നിൽക്കാൻ കേട്ടോ. ഇതെല്ലാം കണ്ടിട്ട് അബിക്ക് അങ്ങ് സഹിക്കാൻ കഴിയുന്നില്ല. നബിയുടെ ടോർച്ചർ ഒരു വശത്ത്, അതുപോലെ തന്നെ അബിയുടെയും നയനയുടെയും ഭരണം ഒരു വശത്ത്. നയനനെ അവിടുത്തെ ഡിസൈനറായിട്ട് ആദർശം നിയമിക്കുന്നുണ്ട്. അങ്ങനെ നിയമിക്കുന്ന സമയത്ത് അബിയുടെ എല്ലാ ഇതും അവിടുത്തെ തകർന്നടിയുകയാണ്. അബി വെറും ഒരു ജോലിക്കാരൻ മാത്രമാണല്ലോ. അപ്പൊ അബി നിൽക്കുന്നത് പോലും നയനയുടെ കീഴിലാണ്. അപ്പൊ ഇതറിയുമ്പം അബിക്ക് ഭയങ്കര ദേഷ്യമാകുന്നുണ്ട്. എങ്ങനെയെങ്കിലും നയനനെ അവിടുന്ന് പുറത്താക്കണമെന്ന് കരുതിക്കൊണ്ട് ആദ്യം ഓരോ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എല്ലാത്തിലും നയനെ വിജയിക്കുക തന്നെ ചെയ്യാൻ കേട്ടോ. അങ്ങനത്തെ സന്ദർഭത്തിൽ ഇവര് രണ്ടും പേരും കൂടിയിട്ട് ഒരു അമ്പലത്തിലേക്ക് പോകണം. കുറച്ച് ദൂരമുള്ള അമ്പലമാണ് കേട്ടോ. അപ്പൊ അമ്പലത്തിലേക്ക് പോയിട്ട് കുറച്ച് പൂജകളൊക്കെ ചെയ്യാനുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, ആദർശിന്റെ അസുഖങ്ങൾ മാറാനും ഇവർ തമ്മിൽ നല്ല സ്നേഹത്തിലാകാനും വേണ്ടിയിട്ടൊക്കെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ നേർച്ച വെക്കുന്ന ഒരു ചടങ്ങാണ്. അപ്പൊ ആദർശ് പറയാണ് അത് പോണോ വെച്ചാൽ ഈ സമയത്ത് കുറച്ച് ധൃതി ഉണ്ടെന്ന് പറയുമ്പം മുത്തശ്ശൻ പറയാണ് ഓഫീസിലെ കാര്യമൊക്കെ ഞാനും നിന്റെ അച്ഛനും ചെറിയച്ഛനൊക്കെ നോക്കിക്കൊള്ളാം. തൽക്കാലം നീ നിന്റെ ഭാര്യയും കൂട്ടി പോയിട്ട് പോയെന്ന് പറയാണ്. എന്നിട്ട് നിങ്ങൾക്ക് നല്ലൊരു ട്രിപ്പ് ആവട്ടെ എന്നും പറയുന്നു. അങ്ങനെ ഇവര് കാറിൽ രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോകാനൊക്കെ ആയിട്ട് റെഡിയാവാണ്. നവ്യ അപ്പം അബിയോട് ചോദിക്കുകയാണ്, അതെന്താ ഇവർക്ക് മാത്രമുള്ള നേർച്ചയും കാഴ്ചയൊക്കെ നമുക്കൊന്നും വേണ്ടേന്ന് ചോദിക്കുമ്പോൾ അബി പറയാണ്, നീ മിണ്ടാതിരിക്കുക, നീ നിന്റെ കാര്യം നോക്കിപ്പോ, അതൊക്കെ അവളുടെ മിടുക്ക്, നിനക്ക് ഈ മിടുക്കൊന്നും ഇല്ലാത്തതിന് എന്നെ പറയുന്ന എന്തിനാന്നൊക്കെ ഇങ്ങനെ അബി ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയനേനെയും കൂട്ടിക്കൊണ്ട് ആദർശ് അവിടെ നിന്നും കാറിലാണ് കേട്ടോ പോകുന്നത്. അപ്പൊ പഴയ അബിയുടെ ഗുണ്ടകളുണ്ടല്ലോ, അന്ന് നയനെ പിടിച്ചോണ്ടിയ ഗുണ്ടകള്, അവരെ വിളിച്ച് ചോദിക്കാണ് എല്ലാ കാര്യങ്ങളും സെറ്റ് അല്ലേ എന്ന് ചോദിക്കുന്നു. അവര് പറയാണ് എല്ലാം സെറ്റാണ് എന്ന് പറയാൻ കേട്ടോ. എന്താണ് സംഭവം എന്ന് വെച്ചാല് അത് ഭയങ്കര പേര് കേട്ട വലിയൊരു കുളമാക്കിയുള്ള ഒരു അമ്പലമാണ്. അപ്പൊ അമ്പലത്തിലേക്ക് ചെല്ലുമ്പം ആ കുളത്തിൽ ഉള്ളിൽ വെച്ച് തന്നെ നയനെ ഇല്ലാതാക്കണമെന്ന് പ്ലാൻ ചെയ്തിരിക്കുകയാണ് കേട്ടോ അബിയൊക്കെ. അപ്പം അബി ജലജയും കൂടെ ഈ പ്ലാനിങ് ഒക്കെ ചെയ്തിട്ടുള്ളത്. നബിക്ക് ഇതൊന്നും അറിയില്ല. നബിക്കറിഞ്ഞ ചിലപ്പോ അനിയത്തിയല്ലേ, ആ സ്നേഹം കൊണ്ടെങ്ങാനും അവള് അതിനെ എതിർക്കുക ചെയ്താ എന്ന് ചെയ്യുന്നു പേടിച്ചിട്ടാണ് അബി അങ്ങനെ ചെയ്തത്. പക്ഷെ നബിക്ക് അങ്ങനെ ഒരു സ്നേഹവും ഇല്ല കേട്ടോ. അങ്ങനെ ആദർശം നയനയും കൂടിയിട്ട് ഒരു ഉച്ചയ്ക്ക് ആകുന്ന സമയത്ത് അമ്പലത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. അങ്ങനെ അവിടെ കുറെ വഴിപാടുകളൊക്കെ ചെയ്യുന്ന സമയത്ത് പൂജാരി പറയാണ്, ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രശസ്തമായൊരു കുളമാണിത്, അതുകൊണ്ട് അവിടെ പോയി മുങ്ങിത്താണ് രണ്ടുപേരും വാന്നൊക്കെ പറയുന്നു. അപ്പോഴേക്കും നയന ആദ്യോട് ഇറങ്ങാൻ പറയാണ്. ശേഷം നവ്യ മുങ്ങി കയറി വരണമെന്ന് പറയണം കേട്ടോ. അങ്ങനെ കുറച്ച് കണക്കുകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കുറച്ച് പുഴയിലേക്ക് ഒഴുക്കാനുള്ള കുറച്ച് ഇതൊക്കെ കൊടുത്തിടുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിനകത്ത് തന്നെ അബി ഏർപ്പെടുത്തിയ ഗുണ്ടകളൊക്കെ ഈ പരിസരത്ത് തന്നെയുണ്ട്. നയന ഇറങ്ങുന്ന സമയത്ത് തന്നെ ഇറങ്ങിയിട്ട് അടിയിൽ വെച്ച് നയനെ കൊല്ലാനാണ് അവരുടെ പദ്ധതി കേട്ടോ. അങ്ങനെ ആദ്യം വേണം മുങ്ങി കുളിക്കാൻ. അപ്പം ആദ്യം ഒരു മുണ്ടൊക്കെ എടുത്ത് ആ തോട്ടിലിറങ്ങി ആ ഒരു കുളത്തിലിറങ്ങി മുങ്ങി കുളിച്ചൊക്കെ കഴിഞ്ഞ് ആ ഒരു ചടങ്ങൊക്കെ തീർത്ത് ആദ്യം കയറി പോവാണ്. അപ്പോഴേക്കും രണ്ടാമതായിട്ട് ഇറങ്ങുന്നത് നയനയാണ് കേട്ടോ. അങ്ങനെ നയന സമയത്ത് ആദർശ് പറയാണ്, ഞാൻ അമ്പലത്തിലേക്ക് കയറി പോവാം, നീ പതിയെ വന്നേരെന്ന് പറയുമ്പോൾ നയന ആ ശരിയെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നയന രണ്ടാമതായിട്ട് മുങ്ങി ഇറങ്ങുന്ന സമയത്ത് അബിയെ വിളിച്ചവര് പറയാണ്, എന്തായാലും നമ്മൾ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങളെല്ലാം നടക്കും, നയനെ ഇട്ടിട്ട് അവൻ കയറി പോയിട്ടുണ്ട്, നയന ഒറ്റയ്ക്കാണ് കുളത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നതെന്ന് പറയാണ്. അങ്ങനെ അബി പറയാണ്, ഒട്ടും താമസിക്കണ്ട, ആ കുളത്തിലേക്ക് ചാടിക്കോ, അവളെ അകത്ത് വെച്ച് തന്നെ മുങ്ങി തീരണമെന്ന് പറയുകയാണ്. ശ്രദ്ധിച്ചു വേണം, ഒരു കാരണവശാലും മറ്റാരും അറിയാനോ കാണാനോ പാടില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അവിടെ മൊത്തം വീക്ഷിക്കുമ്പോൾ ആ ഒരു ഏരിയയിൽ CCTV ഒന്നും ഇല്ല കേട്ടോ. അങ്ങനെ അവരവിടെ നിന്ന് ചാടുകയാണ്. ചാടിയിട്ട് നയനയുടെ അടുത്തേക്ക് തന്നെ വരുന്നുണ്ട് കേട്ടോ. അപ്പം ആദർശ് അമ്പലത്തിൽ അങ്ങോട്ടേക്ക് പോകുമ്പോഴേക്കും പൂജാരി ചോദിക്കുകയാണ് ഭാര്യ എവിടെയും ചോദിക്കുമ്പോൾ ഭാര്യ കുളത്തിലേക്ക് മുങ്ങി താഴാൻ പോയെന്ന് പറയുമ്പോഴേക്കും പൂജാരി ചോദിക്കുകയാണ്, താൻ എന്തൊരു ഭർത്താവാണോ, ഈ ഒരു ചടങ്ങൊക്കെ ചെയ്യുന്നത് ആദ്യം താൻ ഇറങ്ങണം, പിന്നെ ഭാര്യ ഇറങ്ങണം, അതുവരെ താൻ ഭാര്യയെ അവിടെ കൂട്ടിക്കൊണ്ട് നിൽക്കണം, നോക്കി നിന്നതിന് ശേഷം അവളെയും കൂട്ടി ഒരുമിച്ചുകൊണ്ട് രണ്ടുപേരും കയറാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുമിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ പൂജ തന്നെ, അതുപോലെ തന്നെ നിങ്ങളുടെ അസുഖങ്ങൾ മാറാനും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടേ, ഒരുമിച്ച് വേണ്ടേ വരാനെന്ന് ചോദിക്കാൻ കേട്ടോ. എന്ത് പണിയാണോ താൻ കാണിച്ചത്, ആദ്യം താൻ ചെന്നിട്ട് തന്റെ ഭാര്യനെയും കൂട്ടി താൻ വാ എന്ന് പറയാൻ കേട്ടോ. ഈ സമയം കൊണ്ട് തന്നെ അവിടെ നിന്ന് ആ റൗഡികള് ആ വെള്ളത്തിലേക്ക് ചാടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നയന ഒന്ന് മുങ്ങി പൊങ്ങുന്നുണ്ട്. രണ്ടാമത് മുങ്ങുന്ന സമയത്ത് ഇവന്മാർ അതിനെ ഉള്ളിൽ വെച്ച് തന്നെ ആ നയനെ പിടിക്കാൻ കേട്ടോ. അപ്പൊ നയനെ അത്യാവശ്യം നീന്തലൊക്കെ അറിയാം എങ്കിൽ പോലും നയനെ ഇങ്ങനെ താഴേക്ക് കാലെ പിടിച്ച് വലിക്കുകയാണ് അവര്. എന്നിട്ട് അവര് നയനയുടെ വായ ഇങ്ങനെ പൊത്തിപ്പിടിച്ച് അതിനാദർശിനെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ആദർശ് കരയിലേക്ക് വരുമ്പോഴേക്കും നയനെ കാണുന്നില്ല. നയയുടെ അതൊക്കെ അവിടെ ഇരിക്കുന്ന കൊണ്ടുപോയ സാധനങ്ങളൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ നയന ഇതുവരെ മുങ്ങി പൊങ്ങി വന്നില്ലെന്ന് ചോദിച്ചിട്ട് ആദർശ് അങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. എന്നിട്ട് അനക്കം കാണുന്നില്ല കേട്ടോ.
അപ്പൊ ഇവര് ഈ വെള്ളത്തിനടിയിൽ തന്നെ അവനെ ശ്വാസം പിടിച്ച് നിൽക്കുകയാണ്. നയനനെയും ഇങ്ങനെ രണ്ടുപേര് കാലെ പിടിച്ചു, കയ്യെ പിടിച്ച്, വായിലൊക്കെ പൊത്തിപ്പിടിച്ച് അവരെ ഉള്ളിൽ തന്നെ നയനനെ ഇങ്ങനെ സെറ്റ് ചെയ്ത് പിടിച്ച് നിൽക്കുകയാണ് ആദ്യം അറിയാതിരിക്കാൻ വേണ്ടിട്ട്. പക്ഷെ ഒരു ഘട്ടത്തിൽ ആദർശക്കില് ഇങ്ങനെ ഇവിടെ വേറെ വഴിവല്ലേ മേളുടെ കയറി പോയി കാണുമോ, പൂജാരി അടുത്തേക്ക് അമ്പലത്തിലേക്ക് കയറി പോയി കാണുമോ, ഒന്ന് പോയി നോക്കാന്നും പറഞ്ഞിട്ട് അവൻ തിരിഞ്ഞ് ഇങ്ങനെ കയറി പോവാണ്. അപ്പോഴേക്കും നയന വളരെ ശക്തിയായിട്ട് അവരുടെ കാലും കൈയും കുടയുന്നുണ്ട്. അപ്പോഴേക്കും വെള്ളത്തിൽ നിന്ന് നയനയുടെ കാലിങ്ങനെ അടിക്കുന്നത് ആദർശ് കാണുകയാണ്. നയനാന്ന് വിളിച്ചുകൊണ്ട് ആദർശ് പെട്ടെന്ന് തന്നെ ചാടി ആ കുളത്തിലേക്ക് ചാടുമ്പോഴാണ് ആദർശ് കാണുന്നത് നയനനെ ഇങ്ങനെ 3-4 പേര് പിടിച്ച് ഇങ്ങനെ വായൊക്കെ പൊത്തു വെച്ചേക്കുന്നത്. ആ പെട്ടെന്ന് നയനനെ ആദർശ് പൊക്കിയെടുത്തതിന് ശേഷം അവരെല്ലാം ആദർശ് വെള്ളത്തിൽ വെച്ച് തന്നെ അടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വെള്ളത്തിനുള്ളിൽ വെച്ച് തന്നെ നല്ലൊരു ഫൈറ്റ് തന്നെ നടക്കുന്നുണ്ട്. അങ്ങനെ അവരെ കരയ്ക്കോട്ടൊക്കെ വലിച്ചു നിർത്തി ആദർശം നല്ലോണം അടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നയനയ്ക്കാണെങ്കിൽ അവിടെ പകുതി ബോധമൊന്നും ഇല്ലാതെ കിടക്കുകയാണ്. അപ്പൊ അവിടെ ഉണ്ടാകുന്ന കുറെ സ്ത്രീകളൊക്കെ വന്നിട്ട് പെട്ടെന്ന് നയനയുടെ വയറിലൊക്കെ അമിക്കുക നയനനെ പെട്ടെന്ന് തന്നെ ശ്വാസമൊക്കെ കൊടുത്ത് അവരെ രക്ഷിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ആദർശ് സത്യം പറയണം, നിങ്ങൾ ആരാടാ, എന്തിനാ ഇതൊക്കെ ചെയ്യാൻ ശ്രമിച്ചെന്നൊക്കെ ചോദിക്കുകയാണ്. കുളത്തിൽ പോയ സ്ത്രീകൾക്ക് ഒരു രക്ഷയില്ലല്ലോ എന്നൊക്കെ അവിടുന്ന് സ്ത്രീകൾക്കൊക്കെ പറയുമ്പോഴേക്കും നയനെ പറയണം, അല്ല ഇവർ വേറെ ഉദ്ദേശം തൊട്ടതല്ല, ഇവര് എന്നെ കൊല്ലാൻ വേണ്ടി തന്നെയാണ്. കാരണം എനിക്ക് ശരിക്കും മനസ്സിലായി, രണ്ടുപേരുടെ കയ്യിലുണ്ട് എന്റെ കാലിലും പിടിച്ചു വെച്ചിട്ട് എന്നെ ശ്വാസം മുട്ടിച്ച് കൊല്ലായിരുന്നു, അതാണ് ഒരു ശ്രമം, അപ്പം മനഃപൂർവ്വമായിട്ട് അത് ചെയ്തതാണെന്ന് ഇങ്ങനെ നയനെ പറയാണ്. അപ്പം നയന അവിടെ നിന്ന് ശ്വാസം വിടുന്ന പോലെ ഇങ്ങനെ വലിച്ചു വിടുന്ന പോലെ കാണുമ്പോൾ ആദ്യം പേടിച്ചിട്ട് നയന അടുത്തേക്ക് ഓടുന്ന സമയത്ത് ഇവന്മാരിൽ ഇറങ്ങി ഓടുകയാണ് കേട്ടോ. അപ്പോഴേക്കും ആദ്യം വീട് ഇവന്മാരെ പുറകെ ഓടുന്നുണ്ടെങ്കിൽ പോലും അവന്മാരെ ഒന്നും പിടി കിട്ടുന്നില്ല. എന്നിട്ടും ആദ്യം ഇങ്ങനെ ഓടുകയാണ്, പുറകെ ആ ഒരു മുണ്ട് കൊടുത്തോണ്ട് ആദ്യം ഇങ്ങനെ ഓടുകയാണ് കേട്ടോ. അപ്പൊ അമ്പലത്തിന് വാതിക്ക് ചെല്ലുമ്പോൾ ഒരുത്തനെ പിടിച്ചിട്ട് ആദ്യം വീണ്ടും അടി കൊടുക്കുന്നുണ്ട്. ചോദിക്കുകയാണ്, സത്യം പറയണം ആരാണ് ഇതിന്റെ പിന്നില്, നയന എന്തിനാ കൊല്ലാൻ നോക്കി എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നിട്ട് അപ്പോഴേക്കും ആദ്യം അവരുടെ ഫോൺ അടിക്കുന്നുണ്ട് കേട്ടോ. ഈ ഫോൺ പെട്ടെന്ന് ചാടി കയറി ആദർശം എടുക്കുന്നുണ്ട്. അപ്പം അതിനകത്ത് ബോസ് ഒന്നും എഴുതിയിട്ടുള്ളൂ, നമ്പർ ഒന്നും എഴുതിയിട്ടില്ലല്ലോ. അപ്പം അഭി തന്നെയാണ്. അപ്പം എന്താടാ തീർന്നോ എന്നിങ്ങനെ അഭി ചോദിക്കുകയാണ് കേട്ടോ അവരുടെ ഫോണിലൂടെ. അപ്പൊ ആദർശ് ഇത് കേൾക്കുകയാണ്, അതായത് തീർന്നോ എന്ന് ചോദിക്കുന്ന ആദർശ് കേൾക്കുന്നു. പെട്ടെന്ന് അവൻ ആ ഫോൺ മേടിച്ചിട്ട് ഓടുകയും ചെയ്യുന്നുണ്ട്. അതായത് ആ റൗഡി ഉണ്ടല്ലോ അയാൾ ആ ഫോൺ വാങ്ങിക്കൊണ്ട് ഓടുകയാണ്. അപ്പം എന്താ തീർന്നോ എന്നിങ്ങനെ അഭി ചോദിക്കുകയാണ് കേട്ടോ അവരുടെ ഫോണിലൂടെ. അപ്പൊ ആദർശ് ഇത് കേൾക്കുകയാണ്, അതായത് തീർന്നോ എന്ന് ചോദിക്കുന്ന ആദർശ് കേൾക്കുന്നു. പെട്ടെന്ന് അവൻ ആ ഫോൺ മേടിച്ചിട്ട് ഓടുകയും ചെയ്യുന്നുണ്ട്. അതായത് ആ റൗഡി ഉണ്ടല്ലോ അയാൾ ആ ഫോണും വാങ്ങിക്കൊണ്ട് ഓടുകയാണ്. അപ്പം എന്താ തീർന്നോ എന്ന് ചോദിക്കുന്നത് മാത്രം ആദർശ് കേട്ടു. ബോസ് എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. അപ്പൊ ആദർശ് ചിന്തിക്കുകയാണ്, ഈശ്വരൻ ആരാണെങ്കിലും നയനെ കൊല്ലാൻ തന്നെ പ്ലാൻ ചെയ്ത് വന്നതാണ്, അതാണല്ലോ അവനോട് തീർന്നോ എന്ന് വിളിച്ച് ചോദിച്ചത്. മാത്രമല്ല അവർ ഫോണിൽ ബോസ് ഒന്ന് സേവിങ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് അവരുടെ ഗ്യാങ് ലീഡർ തന്നെ ആയിരിക്കും. എന്തായിരിക്കും നയന ഇങ്ങനെ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചതെന്നൊക്കെ ആലോചിക്കാൻ കേട്ടോ ആദർശം വീട് നയനടത്തിന് പോയിട്ട് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാന്ന് പറയുമ്പോൾ വേണ്ട ആദർശേട്ടാ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, എങ്കിലും അവർ ആരായിരുന്നെന്ന് ചോദിക്കുമ്പോൾ ആദർശം ചോദിക്കുകയാണ്, നിന്നോട് നിന്റെ വീട്ടുകാരുടെ പകയുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഇതുവരെ ആരോടും ഒരു തെറ്റിനും പോയിട്ടില്ല, ഒന്നും ചെയ്തിട്ടുമില്ല, പിന്നെ ആരാണെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ആദർശിന്റെ മനസ്സിൽ കരുതാണ് കേട്ടോ. അപ്പൊ ആ ഒരു തീർന്നു എന്ന് ചോദിക്കുന്ന ആ ചെറിയ സൗണ്ട് അബിയുടെ സൗണ്ട് പോലെ ആദർശിന് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നിവിടെ വരുന്നുണ്ടെന്നുള്ള കാര്യം ആദർശിന്റെ വീട്ടുകാർക്കെല്ലാം മറ്റാർക്കും അറിയില്ലല്ലോ. അതുപോലെ തന്നെ ഈ കൃത്യസ്ഥലത്താണ് വരുന്നെന്നുള്ള കാര്യങ്ങളും ആദർശ് പോയ ഉടനെ തന്നെ നയനയെ പിടിക്കണമെങ്കിൽ ഇവർക്ക് മുന്നേ അവിടെ എത്തിയവരായിരിക്കും. അപ്പൊ അതെല്ലാം ആദർശിന്റെ മനസ്സിൽ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാണ്. എന്നിട്ട് ഇവളെയും കുട്ടി പൂജാരി അടുത്ത് പോകുമ്പോഴേക്കും പൂജാരി പറയാണ്, എന്തായാലും ആ സമയത്ത് ഈശ്വരൻ എന്നെ കൊണ്ട് പറയിച്ചതാ ആദിയോട് അങ്ങോട്ടേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട്, അതുകൊണ്ടല്ലേ നയനവളെ രക്ഷിക്കാൻ പറ്റിയത്. എന്തായാലും ഇതൊരു തുടക്കമാകട്ടെ, ഇന്നു മുതൽ എന്നും നയനയുടെ രക്ഷയ്ക്കായിട്ട് ആദ്യം ഉണ്ടാവും, ആദ്യയുടെ രക്ഷയ്ക്കായിട്ട് നയനയും ഉണ്ടാവും, രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കും ഇനിയുള്ള കാലം എന്ന് പറയാണ്. അപ്പോഴേക്കും എങ്കിലും അവർ ആരാണെന്ന് മനസ്സിലാകുന്നില്ല തിരുമേനി എന്ന് പറയുമ്പം ആ പൂജാരി പറയാണ്, ആരാണെന്ന് അറിയില്ല, അവർ 5 പേരുണ്ടായിരുന്നു, അവർ നിങ്ങൾ വരുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പേ തന്നെ ഇവിടെ ഒന്ന് ചുറ്റിപ്പറ്റി നിൽക്കായിരുന്നു. ഞാൻ ചോദിച്ചു എന്താ തൊഴാൻ വന്നിട്ട് തൊഴുന്നില്ലെന്ന് ചോദിച്ചപ്പം അവരൊന്നും മറുപടി പറഞ്ഞില്ല. പെട്ടെന്ന് തന്നെ അവരങ്ങോട്ട് പോയി. അവരുടെ വേഷവിധാനങ്ങളൊക്കെ കണ്ടു തന്നെ എന്തോ ഒരു ലുക്ക് എന്തോ ഒരു പന്തിയെന്ന് എനിക്ക് തോന്നിയതാ. പിന്നെ അമ്പലത്തിലേക്കല്ലേ പലരും പല വിധത്തിൽ വരുമെന്ന് ഓർത്ത് ഞാൻ മൈൻഡ് ചെയ്യാഞ്ഞതാ. എന്തായാലും കുഴപ്പമില്ല, അമ്പലത്തിന്റെ കവാടത്തെങ്കിൽ CCTV ഉണ്ട്, അത് വച്ച് താനൊന്ന് കണ്ടുപിടിച്ചാൽ മതി. ഇപ്പൊ എന്തായാലും വന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സമാധാനത്തോടെ മടങ്ങാൻ പറയാൻ കേട്ടോ. എന്തായാലും ആപത്തൊന്നും സംഭവിച്ചില്ലല്ലോ, ഈശ്വരൻ രക്ഷിച്ചല്ലോ എന്നും പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും അമ്പലത്തിൽ ഇങ്ങനെ പൂജിച്ചൊക്കെ പ്രാർത്ഥിച്ചൊക്കെ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അപ്പോഴേക്കും നയനെ പറയണം, എങ്കിലും അത് ആരായിരിക്കും ആദർശേട്ടാൻ ചോദിക്കുമ്പോൾ അതൊക്കെ ഈശ്വരൻ നമ്മുടെ മുമ്പിൽ കൊണ്ട് കാണിച്ചു തരും, അല്ലെങ്കിൽ നിന്നെ രക്ഷപ്പെടുത്താൻ എനിക്കൊന്നും സാധിക്കില്ലായിരുന്നല്ലോ, എന്തായാലും നീ വിഷമിക്കണ്ട, അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം എന്നൊക്കെ ആദർശ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. വരാനിരിക്കുന്ന ഇതുപോലുള്ള വീഡിയോസിനൊക്കെ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.